ഹായ് ആൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. അങ്ങനെ ഇന്ന് നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്. അതേപോലെ തന്നെ മുഹൂർത്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മുഹൂർത്ത് ട്രേഡിങ്ങിൻ്റെ ഓർമ്മകൾ കുറേ നാളായിട്ടുള്ള ഓർമ്മകളാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ബ്രോക്കിംഗ് ഓഫീസസിൽ ചെന്നിട്ട് അവിടെ സ്വീറ്റ്സും അതേപോലെ തന്നെ ആ കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ സംസാരിച്ചിരുന്ന ടൈമാണ്. എന്നാൽ ഇന്ന് ഈ കൊറോണ ടൈമിൽ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ട്രേഡിംഗ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കും. ആ സെലിബ്രേഷൻ പോലെ തന്നെ ഇന്ന് എല്ലാവരും വീട്ടിലാണെങ്കിലും അതേപോലെ തന്നെ അവിടെയും സെലിബ്രേഷൻസ് നടക്കും. ഇപ്പോൾ മുഹൂർത്ത് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് അറിയില്ല മുഹൂർത്ത് ട്രേഡിംഗ് എന്താണെന്ന്. സംഭവം വേറെ ഒന്നുമല്ല, എന്ത് നല്ല കാര്യവും ചെയ്യണമെങ്കിലും ഒരു മുഹൂർത്തമുണ്ട്. യൂഷ്വലി ഹിന്ദു കസ്റ്റംസ് അങ്ങനെയാണ്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അതേപോലെ തന്നെ ട്രേഡേഴ്സ് മുഹൂർത്ത് അഥവാ അവരുടെ ഒരു ന്യൂ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ദിവാലിയുടെ അന്നാണ്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അന്ന് പൈസ വരാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം ഒരുപാട് ആളുകൾ അന്ന് ഷെയർ സെല്ല് ചെയ്യും. എന്നാലും ഗുജറാത്ത് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സൊക്കെ അന്ന് ഷെയർ പർച്ചേസ് ചെയ്യും. അതുമാത്രമല്ല, കമോഡിറ്റി ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ അന്ന് അവരുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ പൂജയ്ക്ക് വെക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. സ്വീറ്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. അതേപോലെ തന്നെ ആ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നതും എല്ലാവരുടെയും മുഹൂർത്ത് പിക്സ് ഡിസ്കസ് ചെയ്യുന്നതും ഒന്നും ഇന്ന് ഇല്ല. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോൻ്റെ അസ്വാൻ്റെ പേരിൽ ഒരു 1.25 ലാഖിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിലൂടെ ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റോക്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു അഡ്വൈസ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും 1.25 ലാഖിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും ബെസ്റ്റ്. വേറൊരു ഡിമാറ്റ് അക്കൗണ്ട് സെപ്പറേറ്റ് നമ്മൾ അധികം തുറക്കാത്തൊരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ പർച്ചേസ് ചെയ്തിടാം. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ എല്ലാവരും അറിയണ പോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുതെ അതിൻ്റെ അകത്ത് കുറേ ടൈം സ്പെൻഡ് ആവും, വിൽക്കാനും കൂടുതൽ ആഡ് ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് വേ ആണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഇനി ഇല്ലാത്തവർക്കാണെങ്കിൽ അപ്സ്റ്റോക്സ് ഫ്രീ ആയിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സ്റ്റോക്സ് ഫ്രീ ആയിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റോക്സ് എന്ന് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. സോ കീപ് വാച്ചിങ്. അസ്വാൻസ് പോർട്ട്ഫോളിയോ അങ്ങനെ എല്ലാവർക്കുമായിട്ട് നവംബർ 14 ചിൽഡ്രൻസ് ഡേക്കും അതുമാത്രമല്ല മുഹൂർത്ത് ട്രേഡിങ്ങിൻ്റെ മുന്നേയും പബ്ലിഷ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോക്സ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്സ് ആണ്. കുറച്ച് ടേൺ അറൗണ്ട് സ്റ്റോറിയൊക്കെ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണമാണ് കുറച്ച് ടൈം എടുത്തത്. അപ്പോൾ ഇത് ഒരുപാട് പേര് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു അവർക്കും അവരുടെ മക്കൾക്കായിട്ട് ഇങ്ങനൊരു പോർട്ട്ഫോളിയോ റെപ്ലിക്കേറ്റ് ചെയ്യണം, പെട്ടെന്ന് തന്നെ അത് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് എനിക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയതിൽ അത് ഇത്രയും ടൈം എടുത്തിട്ടാണെങ്കിലും അവസാനം അത് ചെയ്യാൻ പറ്റിയതിൽ വളരെ അധികം ഹാപ്പിയാണ്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, ഇത് ഞാൻ 1.25 ലാഖ് റുപ്പീസാണ് ടോട്ടൽ ഈ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എടുത്തിരിക്കുന്നത്. 1 ലാഖ് പ്ലസ് 25,000 എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഈ 25,000 ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല ഹൈ റിസ്ക് ആയിട്ടുള്ള കമ്പനീസിലാണ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം നോക്കണ്ടേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ബൈ ആൻഡ് ഫോർഗെറ്റ് ടിൽ 2041 എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല, നല്ലൊരു മെത്തേഡും അല്ല. അതായത് ഷെയർ വാങ്ങിച്ചിട്ട് കണ്ണും പൂട്ടി 2041 വരെ ഇരിക്കണം എന്നുള്ള കാര്യം. പക്ഷേ ഇത് 1.25 ലാഖിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, ഇത് കഴിയണതും വേറെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ ചെയ്തിട്ടിട്ട് അതങ്ങോട്ട് മറക്കണതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പ്രൈമറി ഡിമാറ്റ് അക്കൗണ്ടിലാണെങ്കിൽ എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ അകത്ത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ജസ്റ്റ് 1,25,000 എന്നുള്ള വാല്യൂ ആക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊരു ഫാക്ടറാക്കി എടുത്തിരിക്കുന്നത്. അല്ലാതെ സ്റ്റോക്ക് എക്സ്പെൻസീവ് ആണോ ചീപ്പാണോ എന്നൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ആവറേജ് ചെയ്യാനൊന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സ്റ്റോക്ക് എനിക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഒരു സ്റ്റോക്കിനെ കുറിച്ചും അധികം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല. എന്നാലും ദിസ് ഇസ് CDSL. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 25 നമ്പേഴ്സാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം CDSL എന്ന് പറഞ്ഞാൽ
ഡെപ്പോസിറ്ററി സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ് ആയിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. ഇതൊരു മാൻഡേറ്ററി സർവീസുമാണ്. പിന്നെ ഒരു ഡുവോപോളിയാണ്. NSDലും CDSലും മാത്രമാണ് ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് മാർക്കറ്റിലുള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പെനിട്രേഷൻ ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോഴും. ഫ്യൂച്ചറിൽ വളരെയധികം കൂടാനും ചാൻസ് ഉണ്ട്. ഇതൊരു നല്ലൊരു മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് CDSL 25 നമ്പേഴ്സാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് IRCTC, മോണോപ്പൊളി ബിസിനസ്സാണ്. ഫ്യൂച്ചർ ഗ്രോത്ത് ഇൻടാക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ട്രെയിനും കാര്യങ്ങളൊന്നും ഓടുന്നില്ല ഈ കൊറോണ കാരണം, വളരെ കുറച്ച് ട്രെയിൻസ് ഒക്കെ ഉള്ളൂ. എന്നാൽ ഇത് രണ്ടാമത് കയറി കഴിഞ്ഞാൽ മോണോപ്പൊളി ബിസിനസ്സാണ്. ഈ ടിക്കറ്റിംഗ് അതേപോലെ തന്നെ വാട്ടറിങ്ങും കേറ്ററിങ്ങിനും ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് കമ്പനിയാണ് IRCTC ഫോർ ദ റെയിൽവേസ്. നല്ല ബിസിനസ് മോഡലാണ്. പിന്നെ ആ കൂടെ കുറച്ച് ത്രെറ്റ്സേ ഉള്ളൂ. പക്ഷേ മോണോപ്പൊളി ആയ ഇതിന് ഒരു ക്യാഷ് റിച്ച് കൗ എന്നുള്ളൊരു കൺസിഡറേഷനിൽ IRCTCയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് കോഡ് നോക്കേണ്ടത് ഇതിൻ്റെ 10 നമ്പേഴ്സാണ് IRCTC സ്റ്റോക്കിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അൺലിസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. സിയാലിൻ്റെ സ്റ്റോക്കാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് ബൈയിങ്ങിൽ കിട്ടുന്ന സ്റ്റോക്കാണ്. ആവറേജ് റേറ്റ് ഇസ് അറൗണ്ട് 210. നല്ല ക്വാണ്ടിറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇത് സോഴ്സ് ചെയ്യാം. ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. ഇത് ഫ്യൂച്ചറിൽ ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ മൾട്ടി ബാഗർ. കാരണം ബിസിനസ് ഫസ്റ്റ് ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് നമ്മുടെ രാജ്യത്തിൽ. പിന്നെ നമ്മുടെ ഒരു പ്രൈഡാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈഡാണ്. പാസഞ്ചേഴ്സിൻ്റെ ഡൊമസ്റ്റിക് ട്രാവലും ഫോറിൻ ട്രാവലൊക്കെ വളരെയധികം കൂടുകയും ചെയ്യും. ഇതാണ് ഇന്ത്യയിലെ 6th busiest എയർപോർട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു പ്രൈഡ് എന്നുള്ള രീതിയിലും അത് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നീട് ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ പിന്നീട് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ സിയാലിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അൺലിസ്റ്റഡ് സ്റ്റോക്കാണ്. ഇത് വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഞാൻ സോഴ്സ് ചെയ്ത് തരാം. ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് പ്രൈസ്. ആവറേജ് പ്രൈസസ് അറൗണ്ട് 210, 250 ആ റേഞ്ച് വരും ഒരു ഷെയർ. 30 നമ്പേഴ്സാണ് സിയാലിന് അലോക്കേറ്റ് ചെയ്യണത്. പിന്നത്തെ ഇപ്പോൾ അധികം ഈ IPOയിൽ ഏറ്റവും കൂടുതൽ ബസ് ഉണ്ടാക്കിയ ഒരു കമ്പനി ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. IT ഫേമാണ്. അതിൻ്റെ ആളെന്ന് പറഞ്ഞാൽ അശോക് സൂട്ടയാണ്. അശോക് സൂട്ട മൈൻഡ് ട്രീയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 97% ഓഫ് ഈ കമ്പനിയുടെ റവന്യൂ വരുന്നത് ഓൺലൈൻ ബിസിനസ്സിൽ നിന്നാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ IoT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IT-യിലൊരു കമ്പോണൻ്റ് ഉണ്ട്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയും. ഇപ്പം നമ്മളെപ്പോഴും നേരത്തെ പറയും 5 years 6 years മുന്നേ പറയും ഇൻ്റർനെറ്റ് ഓഫ് ദ തിങ്സ് ഇസ് ഫ്യൂച്ചർ എന്ന് പറയും. സംഭവം വേറൊന്നുമല്ല. IoT എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഗാഡ്ജറ്റ്സും അതേപോലെ തന്നെ എല്ലാ ഡിവൈസസും ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹ്യൂമൻ അധികം ഇൻ്റർവെൻഷൻ ചെയ്യാതെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഈ സാധനങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ തന്നെ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഫ്രിഡ്ജിൽ ഇപ്പോൾ പാല് തീർന്നു പോയി. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇൻഫർമേഷൻ ഫ്രിഡ്ജ് ഇൻ്റർനെറ്റിൽ കൂടെ അടുത്തുള്ള സ്റ്റോറിനെ അറിയിക്കും. സ്റ്റോറ് പാല് കൊണ്ടുവന്ന് തരും. അപ്പോൾ അങ്ങനെ അത്ര അധികം ഓട്ടോമേഷൻ വരുന്ന ഒരു സംഭവമാണ് ഈ IoT എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ഈ IoTയിൽ അധികം ധാരാളം റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കമ്പനിയാണ്. സ്ട്രോങ് ലീഡേഴ്സും ഫണ്ടമെൻ്റൽസും ആണ്. അപ്പോൾ ഹാപ്പിയസ്റ്റ് മൈൻഡ്സിന് നമ്മൾ 25 നമ്പേഴ്സാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. നാലാമത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ മെറിക്കോ ലിമിറ്റഡ്. എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. ഇനി മെറിക്കോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പാരഷൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരുടെ വീട്ടിലുണ്ടാവും പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണ, നീല കുപ്പിയുള്ള. അപ്പോൾ അവർക്ക് അത്ര ഒരു സ്ട്രോങ് ബ്രാൻഡാണ് ബ്യൂട്ടി ആൻഡ് വെൽനെസ് സ്പേസിൽ പാരഷൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല കുറേ പേർക്ക് അറിയാത്ത കുറേ ബ്രാൻഡ്സ്, സഫോല എന്ന് പറഞ്ഞിട്ടുള്ള സൺഫ്ലവർ ഓയിൽ, മെഡിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഷാംപൂ, അങ്ങനെ കുറേ പ്രൊഡക്ട്സ്, ഹെയർ ഓയിൽ, കുറേ പ്രൊഡക്ട്സ് മെറിക്കോ കമ്പനിക്ക് ഉണ്ട്. മെറിക്കോ കമ്പനി 25 നമ്പർ ഓഫ് സ്റ്റോക്സ് ആണ് മെറിക്കോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻഫോസിസ് ലിമിറ്റഡ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് IT പ്രൊവൈഡറാണ്. സീറോ ഡെറ്റ് കമ്പനി. ആൻഡ് നാരായണമൂർത്തി ഫൗണ്ടർ, ഹീസ് എ മാൻ ബിഹൈൻഡ് ഇറ്റ്. നല്ലൊരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ. അവർക്ക് തന്നെ അവരുടെ തന്നെ ഒരു പ്രൊഡക്റ്റും ഉണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സിങ്ങും കൺസൾട്ടൻസി ഒക്കെ എടുക്കുന്ന കമ്പനിയാണ് ഇൻഫോസിസ്. സോ ഇൻഫോസിസിൽ ദ പ്രൈസസ് എക്സ്പെൻസീവ് നൗ. ഇപ്പോൾ 7 നമ്പേഴ്സാണ് ഇൻഫോസിസ് സ്റ്റോക്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ സൈഡസ് വെൽനസ്. സൈഡസ് വെൽനസ്
ആൾക്കാർക്ക് കമ്പനി കേൾക്കുമ്പോൾ പെട്ടെന്ന് പ്രോഡക്റ്റ് ഓർമ്മ വരില്ല. എന്നാലും എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു സാധനം കണ്ടിട്ടുണ്ട്, ഒരു മഞ്ഞ കളർ ചെറിയൊരു ബോക്സ്, ഷുഗർ ഫ്രീ. അതൊരു ബ്രാൻഡായിട്ട് തന്നെ മാറി, എല്ലാവരും ഷുഗർ ഫ്രീ ഒരു ഇതെന്ന് പറയും. അപ്പോൾ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് സൈഡസ് വെൽനസ്. അവർക്ക് 94% ഓഫ് മാർക്കറ്റ് ഷെയർ ഉണ്ട് ഈ ഷുഗർ ഫ്രീ കമ്പനി, ഷുഗർ ഫ്രീ പ്രൊഡക്ട്സിൽ. ഇപ്പോൾ ഷുഗർ ഫ്രീ നോക്കുമ്പോൾ തന്നെ ഷുഗർ ഫ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് വരാൻ ചാൻസ് ഉള്ളൊരു മാർക്കറ്റാണ്. പിന്നെ ഈ ബ്രാൻഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാരണം എല്ലാവർക്കും ആ ബ്രാൻഡിനോടാണ് പ്രിഫറൻസ് കൂടുതൽ. വേറെ എന്ത് കോമ്പറ്റീറ്റേഴ്സ് വന്നാലും ഓക്കെ, ഈ ബ്രാൻഡ് ഓൾറെഡി ഒരു ഫുട് പ്രിൻറ്റ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല സൈഡസ് വെൽനസ്സിന് വേറെ കുറേ ഫേമസ് പ്രൊഡക്ട്സ് ഉണ്ട്. കോംപ്ലാൻ, ഗ്ലൂക്കോൺ ഡി, നൈസിൽ, ടാൽക്കം പൗഡർ ഒക്കെ സൈഡസ് വെൽനസ്സിൻ്റെ പ്രൊഡക്റ്റാണ്. സോ സൈഡസ് വെൽനസ്സിൻ്റെ സ്റ്റോക്ക് 4 നമ്പേഴ്സാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ ഹിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. ഹിക്കൽ ഒരു API കമ്പനിയാണ്. API എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. അതായത് മരുന്ന് കമ്പനികൾക്ക് ആ മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് കൊടുക്കുന്ന കമ്പനിയാണ് API കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈന ആയിട്ടുള്ള പ്രോബ്ലംസ് മൂലം ഇന്ത്യയിൽ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്യാൻ വളരെയധികം ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഹിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫാർമ ആൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ പ്രൊഡക്ട്സിലാണ്. പിന്നെ എംപ്ലോയീസ് ഒക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫേമാണ് ഹിക്കൽ ലിമിറ്റഡ്. നമ്മൾ 25 നമ്പേഴ്സാണ് സ്റ്റോക്കിന് അലോക്കേഷൻ കൊടുക്കുന്നത്. ഒരു സ്റ്റോക്കിന് അറൗണ്ട് 180 റുപ്പീസാണ് ക്ലോസിംഗ് പ്രൈസ്. പിന്നെ ഫിനലെക്സ് പൈപ്സ്, ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് വളരെയധികം ഒരു ബന്ധമുള്ളൊരു സ്റ്റോക്കാണ്. എനിക്ക് ആദ്യമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് 2009 കിട്ടിയപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ സ്റ്റോക്കാണ് ഫിനലെക്സ് പൈപ്സ് അഥവാ ഫിനലെക്സ് ഇൻഡസ്ട്രീസ്. അന്ന് എൻ്റെ കൈ കിട്ടിയ ടൈമിൽ അറൗണ്ട് 60 ആയിരുന്നു. എന്നിട്ട് അത് താഴെ പോയി 20 ആയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സെല് ചെയ്തു. 150 ക്വാണ്ടിറ്റി അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി അറിയാമല്ലോ, നമ്മളന്ന് സ്റ്റോക്ക് സെല് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കയറി കഴിയുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ ഭയങ്കര ഒരു മടിയായിരിക്കും. പക്ഷേ കൺസിസ്റ്റൻ്റ്ലി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ലോക്കൽ മാർക്കറ്റ്സിൽ ഫിനലെക്സ് പൈപ്പ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇപ്പോൾ ഈ സ്റ്റോക്കിന് അറൗണ്ട് 601 റുപ്പീസാണ് ഇത്ര കൊല്ലത്തിൽ, 10 ഇയേഴ്സിൽ. അത് മാത്രമല്ല നന്നായിട്ട് എല്ലാ കൊല്ലവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ഇനിയും നല്ലൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ക്യാഷ് റിച്ച് കമ്പനി ആയിട്ട് മാറാൻ ഫിനലെക്സ് ഇൻഡസ്ട്രീസിന് ചാൻസ് ഉണ്ട്. സോ ഫിനലെക്സ് ഇൻഡസ്ട്രീസ് ബാക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണതാണ്. അന്ന് 20 രൂപയ്ക്ക് കളഞ്ഞ സ്റ്റോക്കാണ്. പിന്നീട് എൻ്റെ കയ്യിൽ 300 റുപ്പീസൊക്കെ ഞാൻ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 10 നമ്പേഴ്സ് നമ്മൾ ഫിനലെക്സ് ഇൻഡസ്ട്രീസിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കമ്പനി ഈസ് ഡിക്സൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളി ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ വളരെയധികം ഒരു ബസ് ക്രിയേറ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് ഡിക്സൺ ടെക്നോളജീസ്. അവരെന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ ദേ മേക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV അങ്ങനത്തെ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, ഇലക്ട്രോണിക്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ്. സ്റ്റോക്ക് ഒരിടക്ക് ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ വീണ്ടും എക്സ്പെൻസീവ് ആയി. ഒരു സ്റ്റോക്കിന് 10,000 റുപ്പീസാണ്. ബട്ട് വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇറ്റ് ഒരു ഒറ്റ നമ്പർ. ഓക്കെ, ROE ഈസ് 17. ആൻഡ് ചൈന നിന്നുള്ള പ്രശ്നങ്ങൾ കാരണം മാനുഫാക്ചറിങ് ഇന്ത്യയിൽ കൂടുതൽ ബൂസ്റ്റ് ആവാനുള്ള പ്രഡിക്ഷനിൽ ദിസ് ക്യാൻ ഡു ഗുഡ്. ഒരു ക്യാഷ് റിച്ച് കമ്പനിയാണ് ഡിക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ്. അടുത്ത കമ്പനി ആപ്പിൾ ഇന്ത്യ ലിമിറ്റഡ്. കമ്പനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ്? ഇവർ മൊബൈൽ അഡ്വർടൈസ്മെൻറ്റ്സ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മൊബൈൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഓരോ കമ്പനീസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന കമ്പനിയാണ് ആപ്പിൾ ഇന്ത്യ. അവർക്കൊരു കോർ സ്വന്തം ഒരു പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതാണ് അവരുടെ ഒരു പോസിറ്റീവ് എന്ന് പറയാനും അതാണ് അവരുടെ ഒരു USP. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കമ്പനിയാണ്. കൺസ്യൂമേഴ്സിന് അഡ്വർടൈസ്മെൻറ്റ് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. കുറേ കൊല്ലങ്ങളായിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കൊടുക്കുന്ന കമ്പനിയാണ്. ഈ സ്റ്റോക്ക് നമ്മൾ 3 ഷെയറാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ് ഡാബർ ഇന്ത്യ ലിമിറ്റഡ്. ഡാബർ അവർക്ക് നല്ലൊരു ഗുഡ് ബ്രാൻഡ് ഇമേജ് ഉണ്ട്. അവരുടെ പ്രൊഡക്റ്റ് മിക്സ് അതേപോലെ തന്നെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സിലാണ് അവർക്ക് കൂടുതൽ സാധനങ്ങൾ. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ്. ഒരു സ്ട്രോങ് ഫുട് പ്രിൻ്റ് ഉണ്ട്, ധാരാളം പ്രൊഡക്ട്സും ഉണ്ട്, നല്ലൊരു ബ്രാൻഡാണ്. ഡാബറിൽ നമ്മൾ 10 നമ്പർ ഓഫ് സ്റ്റോക്സാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോക്ക് ഐഷർ മോട്ടോഴ്സ്. നമ്മളെല്ലാവരും വിചാരിക്കും പണ്ട് ഐഷറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാവും, ഇനിയും ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ ആലോചിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം ബൈക്ക് മാനുഫാക്ചറിങ് കമ്പനീസ് ഒരുപാടുണ്ടെന്ന് അറിയാം. പക്ഷേ ഐഷർ മോട്ടോഴ്സിന് അതിന് എത്ര കോമ്പറ്റീഷൻ വന്നാലും അവരുടെ മാർക്കറ്റ് ഷെയർ ഇതുവരെ ഒരു കമ്പനിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവർ ബൈക്കിന് ഉപരി വിൽക്കുന്നത് ഇമോഷനാണ്.
അപ്പോൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു യങ്സ്റ്ററിൻ്റെ ഒരു ഡ്രീമാണ്. അവർ പ്രൊഡക്ട്സിൽ ധാരാളം ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് വരെയും റോയൽ എൻഫീൽഡ് മീറ്റിയോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. നല്ല സെയിൽസ് നമ്പേഴ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു ടാമ്പർ ചെയ്യാൻ പറ്റാത്തൊരു ബ്രാൻഡാണ്. ഇപ്പോൾ സ്റ്റോക്കിന് നല്ല പ്രൈസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഒരു നല്ലൊരു എക്സ്പെൻസീവ് സ്റ്റോക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത്. സോ ഐഷർ മോട്ടോഴ്സിൻ്റെ 2 സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 25,000 റുപ്പീസ്. ഓക്കെ, ഹൈലി റിസ്കി ആയിട്ടുള്ള കമ്പനീസാണ്. നെക്സ്റ്റ് 25,000 റുപ്പീസാണ് നമ്മൾ 5,000 ഈച്ച് വെച്ചിട്ട് ഇന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റാഷണൽ എന്നും ചോദിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് കുറച്ച് വിശ്വാസത്തിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി ക്രോംപ്ടൺ ഗ്രീവ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ക്രോംപ്ടൺ ഗ്രീവ്സ് കുറച്ച് ഇലക്ട്രോണിക് കമ്പോണൻസും ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ക്രോംപ്ടൺ ഗ്രീവ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ബ്രാൻഡാണ്. പക്ഷേ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കാരണം ഈ കമ്പനീസ് സത്യം പറഞ്ഞാൽ ഇല്ലാതെ പോയി, ചത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രണ്ടാമത് നമ്മൾ ഒരു ടേൺ അറൗണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, മുരുകപ്പ ഗ്രൂപ്പ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഇപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേൺ അറൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ സ്റ്റോക്ക് താഴത്തുനിന്ന് പോയിട്ട് ഇപ്പോൾ അറൗണ്ട് 42 റുപ്പീസോളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 5,000 റുപ്പീസ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 25 നമ്പേഴ്സാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ ട്രൈഡൻറ്റ് ഗ്രൂപ്പ്. ടെക്സ്റ്റൈൽ, യാൺസ്, പേപ്പർ ആൻഡ് എനർജി ബേസ് ബിസിനസ്സിലുള്ള കമ്പനിയാണ്. നല്ല എമൗണ്ടിൽ ട്രേഡ് ചെയ്തിരുന്ന കമ്പനിയാണ്. ബട്ട് നൗ ദ പ്രൈസ് ഇസ് വെരി ലെസ്, 7 റുപ്പീസേ വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്തും ഞാനൊരു ടേൺ അറൗണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നോ മോർ റിസ്ക്. 5,000 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിടും. സോ ഇറ്റ് ഇസ് അറൗണ്ട് 600 സ്റ്റോക്സ്. പിന്നത്തെ സ്റ്റോക്ക് ശ്രീ ദിഗ്വിജയ് സിമെൻറ്റ്. കമൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമെൻറ്റ് ബ്രാൻഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പഴയൊരു കമ്പനിയാണ്, 1944 തൊട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ലോക്കൽ ഏരിയയിലൊക്കെ ഈ കമൽ സിമെൻറ്റിന് ഒരു മാർക്കറ്റ് ഉണ്ട്. ആൻഡ് ദേ വിൽ ഡു ഗുഡ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ കമൽ ശ്രീ ദിഗ്വിജയ് സിമെൻറ്റിന് വി ആർ അലോക്കേറ്റിംഗ് 80 നമ്പേഴ്സ്. ഇത് BSEയിൽ മാത്രം ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ വിവോ ബയോടെക് ലിമിറ്റഡ്. ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഫാർമ കമ്പനീസിന് ഡ്രഗ് ഡെവലപ്മെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതിലും ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ BSE പ്രൈസ് എന്ന് പറയുന്നത് BSEയിൽ മാത്രം ലിസ്റ്റഡ് ഉള്ളൂ. സോ വി ആർ ഇൻവെസ്റ്റിംഗ് 125 നമ്പേഴ്സ് ഇൻ ദിസ് സ്റ്റോക്ക്. പിന്നത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ ടേസ്റ്റി ഡയറി സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ്. ഈ കമ്പനിയും ഒരു മിൽക്ക് പ്രൊഡക്ട്സും അങ്ങനത്തെ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിലും ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 200 നമ്പേഴ്സ് ഓഫ് ഷെയർസ് ആയിരിക്കും. ടേസ്റ്റി ഡയറി സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ്. അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സ്. കൂടുതൽ പൈസ ഒന്നും അലോക്കേറ്റ് ചെയ്യരുത്. 1.25 ബേസ്ഡ് ഓൺ യുവർ റിസ്ക് അപ്പറ്റൈറ്റ് മാത്രം. ആൻഡ് ഓൾസോ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ദിവാലി ആൻഡ് ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു സെപ്പറേറ്റ് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇടുന്നത് നല്ലത്. അതങ്ങോട്ടും പിന്നെ നമ്മൾ തുറന്നു നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുന്നവർക്ക് താഴത്തെ ലിങ്ക് ഉണ്ട്, അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ സെറോദയിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.